ഇന്ത്യയുടെ നടപടികളിൽ പാകിസ്ഥാൻ മൊത്തത്തിൽ പെട്ട അവസ്ഥയിലാണ്. ഇനിയും ഭീകര സംഘടനകൾക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ ലോകരാജ്യങ്ങൾ തന്നെ ഒതുക്കി മൂലക്കിരുത്തും എന്ന ബോധ്യത്തെ തുടർന്ന് ഭീകര സംഘടനകൾക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പാക് മണ്ണിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭീകര സംഘടനകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറിയിച്ചു കഴിഞ്ഞു. പാക് മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ട് അയൽ രാജ്യങ്ങളെ ആക്രമിക്കാൻ ഒരു ഭീകര സംഘടനയും അനുവദിക്കില്ല എന്നാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പുൽവാമ ആക്രമണത്തിനും ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിനും പിന്നാലെ ഭീകര സംഘടനകൾക്കെതിരെ പാകിസ്ഥാൻ നടപടികൾ തുടങ്ങിയതായും സൂചനകൾ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീകരതയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഇമ്രാന്റെ ഈ പ്രസ്താവന. എന്നാൽ ഇത് ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണോ എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. അതേസമയം യാതൊരു വിധത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പാക് മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇമ്രാൻഖാൻ ഉറപ്പിച്ചു പറയുന്നത്. ദക്ഷിണ പാകിസ്ഥാനിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഇമ്രാൻഖാന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന. നേരത്തെ ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരൻ ഉൾപ്പെടെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള 41 പേരെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തിരുന്നു. ഭീകരവാദ സംഘടനകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതിന്റെ ഭാഗമായി നിരോധിത ഭീകര സംഘടന നടത്തുന്ന 182 മതപഠന കേന്ദ്രങ്ങൾ പിടിച്ചടക്കുകയും 120 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക, ബ്രിട്ടൻ എന്നിവരടങ്ങുന്ന രാജ്യങ്ങൾ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതേസമയം ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന തന്നെയെന്ന് മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 2003 തനിക്കെതിരെ 2 തവണ വധശ്രമം നടത്തിയതായും പാക് മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാൻ TV ചാനലായ ഹം ന്യൂസിലെ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. അതേസമയം അധികാരത്തിലിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടി സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ കാലം വ്യത്യസ്തമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തന്റെ ഭരണകാലത്ത് ജെയ്ഷെ മുഹമ്മദിനെ ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ചാരസംഘടന ഉപയോഗിച്ചിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദിനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമെന്നും പർവേസ് മുഷറഫ് വ്യക്തമാക്കുന്നുണ്ട്. മുൻ പാക് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ ജെയ്ഷെ മുഹമ്മദിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പാക് സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. എന്നാൽ പാകിസ്ഥാനും ഇപ്പോൾ ഭീകര സംഘടനകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. മുഷറഫിന്റെ വെളിപ്പെടുത്തലിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.